പരിശോധിച്ച് തീരുമാനിക്കുന്ന ശ്രീ പാറയ്ക്കൽ നമസ്കാരം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള വൈറൽ വാർത്ത, മൈക്ക് ശ്രീ വി ഡി സതീശനെ ചതിച്ചു. നിയമസഭയിൽ മൈക്ക് ചതിച്ചതിനെ തുടർന്ന് ചമ്മി വി ഡി സതീശൻ എന്നൊക്കെ പറഞ്ഞ് നിരവധി ട്രോളുകളും വിമർശന വീഡിയോകളും ഒക്കെ വരുന്നത് ഞാൻ കണ്ടു. എന്താണ് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് അതൊന്ന് പറഞ്ഞേക്കാം. ഇന്നലെ നിയമസഭയിൽ കുട്ടനാട് MLA റെജി ചെറിയാൻ ഒരാവശ്യം ഉന്നയിച്ചു. കുട്ടനാട്ടുകാരുടെ ഒരാവശ്യം, പ്രധാനപ്പെട്ട ഒരാവശ്യം പുള്ളി ആദ്യമായിട്ട് ഉന്നയിച്ചതാണ്. ആദ്യമായിട്ട് കുട്ടനാട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ MLA ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു. 29-ാം തീയതി തിങ്കളാഴ്ച ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നു. അപ്പോൾ വള്ളംകളി ദിവസം പ്രാദേശികാവധി കുട്ടനാട് താലൂക്കിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു ആവശ്യം. അത് ആവശ്യം പറഞ്ഞപ്പോഴേ കുറേ കാര്യങ്ങൾ ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ഇതിനു മുൻപുള്ള വർഷങ്ങളിലൊന്നും അവധി നൽകിയിരുന്നില്ല, അങ്ങനെ ഒരു പതിവില്ലായിരുന്നു. ഈ കഴിഞ്ഞ സമയത്ത് ചേർന്ന യോഗത്തിലും ഇങ്ങനെയുള്ള വള്ളംകളിക്കൊന്നും പ്രാദേശിക അവധി കൊടുക്കണ്ട എന്ന തീരുമാനമാണ് എടുത്തത്. പിന്നെ സർക്കാർ പരിശോധിച്ച് തീരുമാനം പറയാം. അവധി കൊടുക്കാം എന്നല്ല വി ഡി സതീശൻ പറഞ്ഞത്, അവധി തരാം എന്ന് പറഞ്ഞിട്ടല്ല ഇരുന്നത്. സർക്കാർ അത് പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. പരിശോധിച്ച് തീരുമാനിക്കുന്ന ശ്രീ പാറയ്ക്കൽ ആ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. മൈക്കിലൂടെ ആണെങ്കിലും മൈക്കിലൂടെ അല്ലെങ്കിലും അദ്ദേഹം അത് പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്തിനാണ് ഈ വള്ളംകളി ദിവസം ഒരു പ്രാദേശിക അവധി കൊടുക്കുന്നത്? എനിക്ക് കുട്ടനാടിനെ പറ്റി സംസാരിക്കാൻ എന്ത് റൈറ്റ് ആണെന്നൊന്നും ആരും ചോദിക്കേണ്ട. 21 വർഷം സ്ഥിരതാമസമായിരുന്നത് കുട്ടനാട് താലൂക്കിലാണ്. കുട്ടനാടിന്റെ ആവശ്യം എന്തൊക്കെയാണ്, അനാവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഏറ്റവും അത്യാവശ്യം ഈ വള്ളംകളി നടക്കുന്ന ദിവസം പ്രാദേശിക അവധിയാണോ? ആദ്യമായിട്ടല്ലേ ഈ MLA, ഈ റെജി ചെറിയാൻ MLA കുട്ടനാടിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിച്ചത്? അദ്ദേഹത്തിന്റെ ആദ്യ ആവശ്യമായിരുന്നു. അദ്ദേഹം MLA ആയി കഴിഞ്ഞതിന് ശേഷം ഇതായിരുന്നു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. കുറെ അധികം ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ തന്നോട് ഈ ആവശ്യം പറഞ്ഞു എന്ന് കരുതി അതായിരുന്നു അദ്ദേഹം പ്രാധാന്യം കൊടുത്ത് സംസാരിക്കേണ്ടിയിരുന്നത്. എന്തുമാത്രം എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളാണ് കുട്ടനാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടനാടെന്ന് പറയുന്നത് കുട്ടനാട് താലൂക്ക് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണെങ്കിലും 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ചതുപ്പ് പ്രദേശമാണ് കുട്ടനാട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. അവിടുത്തെ കുടിവെള്ളക്ഷാമം പണ്ട് മുതൽക്കേ എല്ലാവർക്കും അറിയാവുന്നതാണ്. വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര എന്നത് കുട്ടനാടിനെ കുറിച്ച് പാടിയതാണ് കവി എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷ് എഴുത്തുകാരനാണത് പറഞ്ഞതെങ്കിലും കുട്ടനാടിനെ പറ്റിയാണ് എന്നാണ് നമ്മളിപ്പോഴും ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുട്ടനാടിന്റെ കാര്യത്തിൽ കൃത്യമാണ്. തുടർച്ചയായിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കം മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ എല്ലായിടത്തും സ്ഥലത്തിന് വില കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കുട്ടനാട്ടിൽ മാത്രം സ്ഥലത്തിനൊക്കെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ കിട്ടുന്ന പൈസയ്ക്ക് അത് വിറ്റിട്ട് പോകുകയാണ്. കുട്ടനാടെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർക്ക് നാടിനോട് വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് അവിടെ വിട്ട് വേറൊരിടത്ത് ചെന്ന് ജീവിക്കാൻ പറ്റില്ല. അവർ ഈ വർഷം വരുന്ന വെള്ളപ്പൊക്കമൊക്കെ ആസ്വദിച്ച് വന്നിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതൊക്കെ സംബന്ധിച്ചു. പക്ഷെ പ്രളയം വരുന്നത്, സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ അസുഖങ്ങളാണെന്നറിയാമോ? ഒരു വാർഡിൽ തന്നെ എത്ര പേർക്കാണ് അവിടെ ക്യാൻസർ സ്ഥിരീകരിക്കുന്നതെന്നറിയാമോ? അതുപോലെ തന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് വരുന്നത്. അത്രയും കീടനാശിനികൾ അമിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മണ്ണിന്റെ അസിഡിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് കീടനാശിനികളൊക്കെ അതിതീവ്രമായിട്ടുള്ള അളവിലാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജലത്തിൽ കലരുകയാണ്. ആറ്റിലെയും തോട്ടിലെയും ഒക്കെ വെള്ളത്തിനെയാണ് ഇവരൊക്കെ ആശ്രയിക്കുന്നത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി. കുടിക്കാൻ പോലും ആറ്റിലെ വെള്ളം ഇപ്പോഴും എടുക്കുന്നവരുണ്ട്. കുടിവെള്ളം അവർക്ക് കൃത്യമായിട്ട് ലഭ്യമാകുന്നില്ല. അങ്ങനെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ മനുഷ്യർക്ക് വരികയാണ്. ദാരിദ്ര്യമാണ് മിക്ക വീടുകളിലും. അവരുടെ കൃഷി ഏതവസ്ഥയിലാണ്? കർഷകരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കൃഷിക്ക് വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും ഒക്കെ ഉണ്ടാക്കിയത്. തോട്ടപ്പള്ളി സ്പിൽവേ ഈ പ്രളയജലം കടലിലേക്ക് തിരിച്ച് ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് ഉപ്പുവെള്ളം കുട്ടനാടൻ ജലാശയങ്ങളിൽ കലർന്ന് 2ാം കൃഷി തടസ്സപ്പെടരുത് എന്ന് കരുതിയാണ്. പക്ഷെ ഇത് രണ്ടും ഇപ്പോൾ അവർക്ക് കോടാലി ആയിരിക്കുകയാണ്. വേണ്ട രീതിയിൽ അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. തൊഴിലില്ലായ്മ അവിടെ രൂക്ഷമാണ്. ഓരോ കുട്ടനാടിലെ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്ന് നോക്കണം. നമുക്ക് വിശ്വസിക്കാനാകാത്ത രീതിയിലുള്ള ദാരിദ്ര്യമാണ് അവിടെയൊക്കെ ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്നത്. ഒരു മാവിൽ കുറച്ച് മാങ്ങയുണ്ടെങ്കിൽ ആ മാവിനെ ആശ്രയിച്ച്, അതിൽ നിന്ന് വീഴുന്ന മാങ്ങയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അവർക്ക് അത് കിട്ടിയിട്ട് വേണം എന്തെങ്കിലും കറി വെക്കാൻ. നല്ല മത്സ്യം ലഭിക്കുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചെല്ലുന്ന ചീഞ്ഞഴുകി നാറിയ മത്സ്യമാണ് അവർ കഴിക്കുന്നത്. ആറ്റുമീനൊന്നും പണ്ടത്തെ പോലെ ഇല്ല. ആറ്റിൽ നിന്നും തോട്ടിൽ നിന്നും ഒന്നും അവർക്ക് വലവീശി പിടിക്കാൻ മത്സ്യങ്ങളില്ല.
പെട്ടെന്ന് എപ്പോഴും പ്രളയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ജലാശയങ്ങളുടെ ആഴം കുറയുകയാണ്, ജലാശയങ്ങൾക്ക് സംഭരണശേഷി കുറഞ്ഞു. അതിന് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് ജലാശയങ്ങളുടെ ആഴം കൂട്ടണം, ചെളി കൃത്യമായിട്ട് അടിത്തട്ടിൽ നിന്ന് നീക്കം ചെയ്യണം, ആഫ്രിക്കൻ പായലുകൾ നല്ല കൃത്യമായിട്ട് നീക്കം ചെയ്യണം. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ കിടക്കുകയാണ് കുട്ടനാടിന്. അവിടത്തേക്ക് റോഡിൻ്റെ അവസ്ഥ, ഈ പ്രളയമൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നതിന് ശേഷം ഞാൻ ഈയിടെ ഒരു കല്യാണത്തിന് പോയി. ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തായിരുന്നു പോയത്. തോട് പോലെ കിടക്കുകയാണ് റോഡ്, വലിയ ഗർത്തങ്ങൾ റോഡിന് നടുക്ക് രൂപപ്പെട്ടിട്ട് അവിടെ വെള്ളവും കൂടെ കയറി മൂടിയാൽ എങ്ങനെ മനുഷ്യർ യാത്ര ചെയ്യും? നമുക്ക് എവിടെയാണ് കുഴി എവിടെയാണ് റോഡ് എന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്തുമാത്രം അപകടങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്, അതിലൂടെ തന്നെ എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ കറണ്ട് കാണില്ല, കറണ്ട് പോയാൽ എപ്പോഴാണ് വരിക എന്ന് പറയാനും പറ്റില്ല. ഒരുപാട് രോഗികളൊക്കെയുള്ള സ്ഥലമാണ്, ഒരുപാട് പേർ ഈ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്ന മരുന്നുകളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ വൈദ്യുതി ലഭ്യതയിലെ ന്യൂനത മൂലം. ഏകദേശ കണക്കനുസരിച്ച് 30 ദശലക്ഷം ലിറ്റർ ഒരു ദിവസം കുട്ടനാട്ടിലേക്ക് ആവശ്യമുള്ളതാണ് കുടിവെള്ളം. പക്ഷെ ആ സ്ഥാനത്ത് അതിൻ്റെ പകുതി പോലും, 10% പോലും അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അവരുടെ പരാതിയല്ല, അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ പരിസ്ഥിതി സ്നേഹികളൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നുണ്ടല്ലോ കുട്ടനാട്ടിലെ വയൽ നികത്തലിനെ കുറിച്ച്, അല്ലെങ്കിൽ കായൽ നികത്തലിനെ കുറിച്ച്. ഇവരൊക്കെ എന്താണ് സംസാരിക്കാത്തത്? ഈ വയലും കായലും ഒക്കെ ഇങ്ങനെ വ്യാപകമായിട്ട് നികത്തുന്നതിലൂടെ ആ ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അത് കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു, ആ നാടിനെ എങ്ങനെ ബാധിക്കുന്നു? ഒന്നാമത് നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. ഇത്രയും വലിയൊരു ഏരിയ ആയിരുന്നിട്ട് പോലും അതിന് കൊടുക്കേണ്ട പ്രാധാന്യം, ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കേരളത്തിന്റെ നെല്ലറ എന്നാണ് കുട്ടനാട് അറിയപ്പെടുന്നത്. പക്ഷെ നെൽകൃഷിയിലേക്ക് ഇറങ്ങാൻ തന്നെ ആളുകൾ ഇപ്പോൾ മടിക്കുന്ന അവസ്ഥയാണ്. കൃഷിനാശം തുടർച്ചയായിട്ടുണ്ടാകുന്നു, കർഷകർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, കൃഷിയല്ലാതെ പലർക്കും വരുമാനമാർഗമില്ലാത്ത അവസ്ഥ. ടൂറിസത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള മേഖലയാണ് കുട്ടനാട്, എന്നിട്ടും അതും വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുട്ടനാട്ടിലെ വെളിയനാട് എന്ന സ്ഥലം, അത് വളരെയധികം ഇപ്പോൾ പോപ്പുലർ ആകുന്നുണ്ട്. പക്ഷെ അവിടേക്കൊക്കെ ചെന്നാൽ ഒരു കട, നല്ലൊരു കട, ഒരാഹാരം വാങ്ങിച്ച് കഴിക്കാൻ ഒരു നല്ല കടയില്ല, സഞ്ചാരയോഗ്യമായിട്ടുള്ള നല്ല റോഡുകളില്ല. അവിടെയൊക്കെ ടൂറിസത്തിന്റെ സാധ്യതകളുണ്ട്, അതൊക്കെ വികസിപ്പിച്ചെടുത്താൽ സർക്കാരിന് നേട്ടമല്ലേ? ഈ തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ദൗർലഭ്യവും അവിടെയുണ്ട്. കുട്ടനാട് എവിടെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യതയുള്ള ഒരു സ്ഥാപനം എവിടെയാണുള്ളത്, ഏതാണുള്ളത്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ കുട്ടനാട്ടിൽ കിടക്കുകയാണ്. കുട്ടനാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്ക് ചെന്ന് നോക്കിയാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജലഗതാഗതത്തിലെ പ്രശ്നങ്ങൾ, ഒരു തോടിനക്കരെ, ഒരു ആറിനക്കരെയൊക്കെ താമസിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഒരു ദ്വീപ് പോലെ അവരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. പെട്ടെന്നൊരു പ്രളയമൊക്കെ വന്നാൽ അവരെ രക്ഷപ്പെടുത്താൻ പോലും നമുക്ക് സാധിക്കില്ല. എല്ലാവരും ഹൗസ് ബോട്ടിലൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ കാണും കുട്ടനാട്ടിൽ. അതിലൂടെ ഉണ്ടാകുന്ന മലിനീകരണം, ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ആളുകൾ ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പരിശ്രമിക്കണം. ഇങ്ങനെ എണ്ണം പറഞ്ഞ പ്രശ്നങ്ങൾ കിടക്കുമ്പോഴും ഏറ്റവും അത്യാവശ്യം ഇതാണോ എന്നാണ് ചോദിക്കുന്നത്. കുട്ടനാട്ടിലെ ഏറ്റവും അത്യാവശ്യം അവർക്ക് വള്ളംകളി ദിവസം പ്രാദേശിക അവധി കൊടുക്കുക എന്നുള്ളതാണോ? എന്തിനാണ് ഈ പ്രാദേശിക അവധി കൊടുക്കുന്നത്? ഈ അവധി കൊടുത്താൽ എല്ലാവരും അന്നത്തെ ദിവസം വള്ളംകളി നേരിട്ട് കാണാൻ പോകുന്നവരാണോ? ഞാൻ കുട്ടനാട്ടുകാരി തന്നെയാണ്, എനിക്കറിയാം. അവിടെ എത്ര പേര് നേരിട്ട് വള്ളംകളി കാണാൻ പോകും? എല്ലാവരും ടി വിയിലിരുന്ന് കാണുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ റിസൾട്ടാണ് അറിയേണ്ടത്. പിന്നെ പോകുന്നവരുണ്ട്. ഈ വള്ളംകളി എന്ന് പറയുന്ന ഒരു വികാരമാണ്, അത് തീർച്ചയായിട്ടും എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്നവരുണ്ട്. അവർ ഏത് ജോലിയിലിരിക്കുന്നവരാണെങ്കിലും അവധിയെടുത്ത് അവർ പോകും. അങ്ങനെ നിർബന്ധമുള്ളവർ അവധിയെടുത്ത് തന്നെ പൊക്കോളും. ഈ കുട്ടികൾക്കൊക്കെ അവധി കൊടുക്കുന്നു. കുട്ടനാട്ടിലെ കുട്ടികൾക്ക് ഈ പ്രളയത്തെ തുടർന്നൊക്കെ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ എത്ര ദിവസത്തെ ക്ലാസ് ആണ് പോകുന്നതെന്നറിയാമോ, മുടങ്ങുന്നതെന്നറിയാമോ? 2 മഴ അടുപ്പിച്ച് പെയ്താൽ കുട്ടനാട് താലൂക്കിന് അവധിയായിരിക്കും. അപ്പോഴല്ല ഈ ഓൺലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത്. കുട്ടികൾക്ക് ക്ലാസ് അനാവശ്യമായിട്ട് മിസ്സാക്കേണ്ട കാര്യമുണ്ടോ? എത്ര കുട്ടികൾ നേരിട്ട് ഈ വള്ളംകളി കാണാൻ പോകും? സർക്കാർ സ്വകാര്യ ജീവനക്കാരൊക്കെ, സ്ഥാപനങ്ങളിലെ ജീവനക്കാരൊക്കെ ഇതിനു വേണ്ടി അവധി എടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ദിവസം കളയേണ്ടതിൻ്റെ കാര്യമുണ്ടോ? അങ്ങനെ ഓരോ ജില്ലകളിലും ഇങ്ങനെ പ്രാദേശിക അവധിയൊക്കെ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് കൂടി ചിന്തിക്കണം. നാട്ടുകാർ 5-6 പേര് ആവശ്യപ്പെട്ടു എന്ന് കരുതി അത് ഉടനെ നിയമസഭയിൽ വന്ന് പറയുകയല്ലായിരുന്നു MLA ചെയ്യേണ്ടത്. VD സതീശൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ തെറ്റു പറയാനില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്.
യാതൊരു കാരണവശാലും അവധി അനുവദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ അദ്ദേഹത്തെ മൈക്ക് ചതിച്ചു, അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരു മര്യാദയുടെ പേരിൽ ഉടനടി പറയാൻ പറ്റില്ലല്ലോ അവധി തരില്ലെന്ന്, പരിശോധിച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം വായിച്ചതിലൂടെ നമുക്ക് വ്യക്തമായിരുന്നു ഒരു സാധ്യതയും അവധി കിട്ടാനില്ല എന്ന്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇത് പരിശോധിക്കാം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെ ട്രോളാനല്ല നിൽക്കേണ്ടത്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോ വലിയ എമർജൻസി ഉള്ള ഒരു കാര്യമല്ല മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞത്. വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിരുന്നു, ഒരു ചികിത്സയുടെ കാര്യമാണ്, ഒരു രോഗത്തിന്റെ കാര്യമാണ്, ഏതെങ്കിലും വളരെ എമർജൻസിയുടെ ഒരു നാടിന്റെ വലിയ അത്യാവശ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ആ സമയത്ത് മുഖ്യമന്ത്രി അവിടെ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രതിഷേധിക്കാമായിരുന്നു. വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിനോട് കൃത്യമായിട്ട് യോജിക്കാൻ മാത്രമാണ് ഒരു കുട്ടനാട്ടുകാരി എന്ന രീതിയിൽ എനിക്ക് കഴിയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇത്രയും കേട്ടിട്ട് തോന്നുന്നത്? പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും താഴെ വന്ന് കമൻറ്റ് രേഖപ്പെടുത്തണം. എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, വി.ഡി. സതീശൻ്റെ അഭിപ്രായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം, ഇതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.